ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വാർത്തയുണ്ടായിരുന്നു. എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ പതിപ്പുകളിലും വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി വരേണ്ടതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള വാർത്തയാണ്. എന്നാൽ ഓൺലൈൻ പതിപ്പുകളിൽ, പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ കയറി നോക്കിയപ്പോൾ എവിടെയും വാർത്തയില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെറിയ വാർത്ത വന്നിട്ടുണ്ട്, ഒരു 3-4 വരി മാത്രം. എന്താണ് സംഭവിച്ചത്, എന്താണ് ആരോപണം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ചെറിയ 2 വാർത്ത വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെയുള്ള വാർത്തയാണ്. കേരളത്തിൽ കുറേ കാലം കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത, പ്രതിപക്ഷം സമരത്തിനിറങ്ങിയ വാർത്ത, നിയമസഭയിൽ നിരന്തരം സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച സംഭവം. ഇതിനേറെ പറയുന്നു, പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്? അതൊക്കെ നടപ്പാക്കാൻ ഇവിടെ സ്വകാര്യ ഏജൻസികളില്ലേ എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച പദ്ധതി മറ്റൊന്നുമല്ല, അത് കെ-ഫോൺ പദ്ധതിയാണ്. കെ-ഫോൺ പദ്ധതിക്ക് എതിരെ വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ്. എന്തൊക്കെയാണ് ഉന്നയിച്ചത് കേൾക്കുക. 28 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ എക്സസ് 500 കോടി രൂപയിലധികം നീട്ടി നൽകി 1531 കോടി രൂപയാക്കി മാറ്റി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറാണ് ഒരു കത്തിലൂടെ, കേവലം ഒരു കത്തിലൂടെയാണ് ഈ 500 കോടി രൂപയുടെ വർധനവ് ഈ പദ്ധതിയിൽ ഉണ്ടാക്കിയത്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ല. സാധാരണഗതിയിൽ ഇന്ത്യൻ കേബിളുകൾക്ക് 25 വർഷത്തെ കാലാവധിയുണ്ട്. 25 വർഷത്തെ കാലാവധിയുണ്ട്. ഇത് ഏത് സമയം വേണമെങ്കിലും പോവാം. അപ്പോൾ എല്ലാ നിബന്ധനകളെയും ലംഘിച്ചുകൊണ്ട് വില കുറഞ്ഞ കേബിളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഈ കെ-ഫോൺ 2017 ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ദുരൂഹതകളാണ് ഈ കെ-ഫോണിന്റെ ടെൻഡർ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെയുള്ളത്. അതായത് 1628 കോടി രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 500 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായി. അനാഥത്വം പേറുന്ന ഒരു പദ്ധതിയായി നിൽക്കുകയാണ്. പക്ഷേ ഇതിന്റെ പുറകിലുള്ള അഴിമതിയെക്കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ഒരുപാടുണ്ട്. ഇത്രയും മാത്രമേ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുള്ളൂ. കാരണം എന്താണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ പോകാത്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ കോടതിയിൽ പോകും, കോടതിയിൽ പോയി സത്യം തെളിയിക്കും. ഇതൊക്കെയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കുപാലിച്ചു, കോടതിയിൽ പോയി. ഇപ്പോൾ കിട്ടി തിരിച്ചടി. CBI അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. അഴിമതി ആരോപണമുണ്ട്. ചൈനയിൽ നിന്ന് കേബിൾ ഇറക്കുമതി ചെയ്തതിൽ വലിയ തുക കൊള്ളയടിച്ചിട്ടുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ കേബിളുകളാണ് ഇറക്കുമതി ചെയ്തത്. എന്തിനേറെ പറയുന്നു, ഒറ്റയടിക്ക് 500 കോടി രൂപ കൂട്ടിക്കൊടുത്തു കമ്പനിക്ക്. അത് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഒറ്റ കത്തിലൂടെയാണ് ഇത്രയും തുക കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. കരാറുകാരന് വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു VD സതീശൻ പരസ്യമായി ആരോപണം ഉന്നയിച്ചത്. അവസാനം അദ്ദേഹം കോടതിയിൽ പോയപ്പോൾ നല്ല തിരിച്ചടി കിട്ടി. CBI അന്വേഷണം വേണ്ട, നടപടികളുമായി മുന്നോട്ട് പോകാം സർക്കാരിന്, ഒരു തെറ്റുമില്ല, എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ CAG പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അവസാനിപ്പിച്ചത്. കോടതി VD സതീശന്റെ ഹർജി തള്ളിക്കളഞ്ഞത്. CBI അന്വേഷണം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഹൈക്കോടതി. ഇത് എന്തുകൊണ്ടാണ് വാർത്തയാകാത്തത് എന്നതല്ലേ? ഇതിനു മുമ്പും ഇതുപോലെയുള്ള നിരവധി ആരോപണങ്ങളുമായി കേരളത്തിലെ പ്രതിപക്ഷം വന്നിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും എത്രയോ തവണ പറഞ്ഞതാണ്. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, ഏറ്റവും പ്രധാനം കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന പദ്ധതികൾ, അത് ദേശീയപാതാ വികസനമാണ്. ആ ദേശീയപാതാ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം നടത്തിയവരാണ് കോൺഗ്രസും BJPയും. ഓർമ്മയിലെ വയൽക്കിളി സമരം. ബംഗാളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു, നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്നു, കേന്ദ്രമന്ത്രിമാർ വന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? സുരേഷ് ഗോപി മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെ കേന്ദ്രമന്ത്രിമാർ വയൽക്കിളി സമരത്തിന് തളിപ്പറമ്പിൽ വന്നു, അവിടെ സമരമിരുന്നു. അങ്ങനെ പദ്ധതി മുടക്കാൻ ആവുന്നത് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നർത്ഥം. സഹിക്കില്ല പ്രതിപക്ഷത്തിന്, BJPക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേറൊരു രൂപത്തിൽ വരിഞ്ഞു മുറുക്കാൻ BJP ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.
അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം ഉയർത്തിയ പല ആരോപണങ്ങളുണ്ട്. എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നു. കേരളത്തിൽ നിയമസഭയ്ക്ക് അകത്ത് നടന്നു, പുറത്ത് നടന്നു, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്, ജലപീരങ്കി, എന്തൊക്കെയായിരുന്നു. ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തിയ ടെലിവിഷൻ ചാനലുകളുണ്ട്, ന്യൂസ് ചാനലുകളുണ്ട്, മുഖ്യധാരാ പത്രങ്ങളിൽ വൻ തലക്കെട്ടായി വന്നിരുന്നു. കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ. ഒന്നും പറഞ്ഞില്ല. കരാറുകാരന് പണം കൊടുക്കുക, ആ പണം കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും കൊടുക്കണം, പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് കോടതി വി ഡി സതീശനടക്കമുള്ള കോൺഗ്രസ്സുകാരുടെ തലക്കാട് കൊടുത്തത് അടി തലയ്ക്ക് തന്നെ കൊടുത്തു. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയായിരുന്നു. അതിനെതിരെ സമരം ചെയ്തു. ആ സമരം വിജയിക്കില്ലായിരുന്നു. പക്ഷേ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ തത്വത്തിൽ അംഗീകരിച്ചതായിരുന്നു. പക്ഷേ കേരളത്തിലെ ബി ജെ പി അതിനൊടക്കുവെക്കുകയും കേന്ദ്ര BJP നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത ഘട്ടത്തിൽ പദ്ധതിക്ക് അന്തിമാനുമതി നൽകാതെ അവിടെ മടക്കി വെച്ചു. അതല്ലെങ്കിൽ പ്രതിപക്ഷ സമരമൊന്നും എവിടെയും എത്തില്ലായിരുന്നു. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുടെ പണി മുന്നോട്ട് പോകുമായിരുന്നു. ഒരു 25% പൂർത്തിയാകുമായിരുന്നു. അത്രമാത്രം വേഗതയിലായിരുന്നു പദ്ധതി മുന്നോട്ട് പോയത്. അത് തടയാൻ വേണ്ടി എല്ലാ ശ്രമം നടത്തിയത് ഇതേ പ്രതിപക്ഷമാണ്, ഇതേ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അന്തിമാനുമതി നൽകാത്തത് കൊണ്ട് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ എണ്ണി പറയാൻ കഴിയും പ്രതിപക്ഷം കേരളത്തിൽ വൻകിട പദ്ധതികൾക്ക് എതിരെ നടത്തിയ സമരങ്ങൾ. കിഫ്ബി എന്ന സംവിധാനം തന്നെ വേണ്ട എന്ന് പറഞ്ഞു. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിമാരെ കാണുകയും ചെയ്യും. രണ്ട് നയമാണ്, ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് കിഫ്ബിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക, കിഫ്ബി അഴിമതിയാണ് എന്ന് പറയുക, മറുഭാഗത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി വേണമെന്നും ആവശ്യപ്പെടുക. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് വൻ സമരമാണ് നടന്നത്. ഒരു പ്രത്യേക സഭയുടെ നേതൃത്വത്തിൽ, പ്രത്യേക എന്ന് പറയേണ്ട കാര്യമില്ല, ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ അന്ന് ആ സമരത്തോടൊപ്പം നിന്ന് പദ്ധതി നിർത്തിവെക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം മുന്നോട്ട് വെച്ച നേതാക്കളാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. അന്ന് ശശി തരൂർ അതിനോട് ചേർന്നില്ല, എന്നാൽ ഇതിനോടും ചേർന്നില്ല. അപ്പുറവും ഇപ്പുറവും നിൽക്കാത്ത കളി കളിക്കുകയായിരുന്നു അന്ന് ശശി തരൂർ ചെയ്തത്. എന്നാൽ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്യണം, അത് പരിശോധിക്കണം, അതുവരെ പദ്ധതി നിർത്തിവെക്കണം, നിർമ്മാണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിലും നീണ്ടുപോകട്ടെ എന്നായിരുന്നു. പക്ഷേ സർക്കാർ എന്തു വില കൊടുത്തും പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയും പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അല്ലായിരുന്നെങ്കിലോ നിർത്തിവെച്ചാൽ നിരവധി നൂലാമാലകൾ ഉണ്ടാകും, അനന്തമായി നീണ്ടുപോകും, പദ്ധതി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അതായിരുന്നു പ്രതിപക്ഷം ആഗ്രഹിച്ചത്. അങ്ങനെ നിരവധി പദ്ധതികളാണ് കേരളത്തെ നടപ്പാക്കാൻ തുടങ്ങിയതും നടപ്പാക്കി പകുതിയായതുമായ പദ്ധതികൾ നിർത്തിവെക്കാനോ അതിനെതിരെ സമരം ചെയ്തും കോടതിയിൽ പോയും തടസ്സം സൃഷ്ടിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്താണ് K-Phone പദ്ധതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ, അതുവഴി മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കുക, അങ്ങനെ പദ്ധതി തടസ്സപ്പെടുത്തുക, സംശയത്തിന്റെ നിഴലിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നിർത്തുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോഴിതാ കിട്ടിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ഒരക്ഷരം ഇതുവരെയും പറഞ്ഞിട്ടില്ല വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും. നാളെ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. ഇനി 2 ദിവസം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയേയില്ല. മറ്റെന്തെങ്കിലും വിഷയം വന്ന് ഈ വിഷയം മറക്കുന്നത് വരെ അങ്ങനെ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കുകയും ചെയ്യും. അത് നന്നായി അറിയാം പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി ഈ പ്രശ്നം അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടക്കുക. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ചർച്ചയായിട്ടുണ്ട്. ഉറപ്പായും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ചർച്ചയാവണമെങ്കിൽ ഈ വാർത്ത എല്ലാവരിലും എത്തിക്കണം. പ്രതിപക്ഷ നേതാവിന് K-Phone പദ്ധതിയെ എതിർത്തതിന്, അല്ലെങ്കിൽ പദ്ധതി നിർത്തിവെക്കണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിന്, CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും അറിയേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളായിരിക്കണം സോഷ്യൽ മീഡിയ നടത്തേണ്ടതും.